നമ്മുടെ വീട് ആദരിക്കപ്പെടുന്ന വീടാക്കാൻ, നമ്മുടെ വീട് പള്ളി പോലെയാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ഖുർആന്റെ പാരായണമാണ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സാക്ഷാൽ ബുഖാരിയിൽ തന്നെ കാണുന്ന ഒരു ഹദീസ് ഉണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ ഖുർആൻ ഓതുകയാണത്രേ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന അവരുടെ കുതിര ചാടുകയാ. അവരുടെ വാഹനം അതാണല്ലോ, വീടിന്റെ മുറ്റത്തല്ലേ വാഹനം ഒതുക്കുന്നത്. അതേ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുതിരയാകുന്ന വാഹനം വീട്ടുമുറ്റത്ത് ബഹളം വെക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഖുർആൻ ഓതിയിട്ട് ചാടി പുറത്തിറങ്ങി. കുതിര എന്താ ബഹളം വെക്കുന്നതെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തോ ആകാശത്തിലൂടെ ഒരു വലിയ ഒരു മേഘത്തിന്റെ ഒരു കൊട പോലെ ഇങ്ങനെ കേറി പോകുന്നത് കാണുകയാ. ഒരു മേഘക്കീറ് ഒരു കൊട പോലെ മുകളിലേക്ക് കേറി പോകുന്നത് കാണുകയാണ് ഉസൈദ് ബിൻ ഹുദൈർ. സഹോദരങ്ങളെ, പിറ്റന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, ഇന്നലെ ഞാൻ വീട്ടിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന കുതിര ചാടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്റെ വീടിന്റെ മുകളിൽ അതാ ഒരു കൊട പോലെ കാർമേഘ കൂട്ടം ഞാൻ കണ്ടു. അതിൽ വല്ലാത്തൊരു പ്രകാശം വിളക്ക് പോലെ ഞാൻ കണ്ടു നബിയേ. എന്താണതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? തിൽക്കൽ മലായിക, അത് മലക്കുകളാണ് ഉസൈദേ. തസ്മഉ ലക, നീ ഓതുന്ന ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നതാ. നീ ഓതുന്ന ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നതാണ് ഉസൈദേ. വലൗ ഖറഅത, നീ ഓതിക്കൊണ്ടേയിരുന്നെങ്കിൽ, നീ ഓതിക്കൊണ്ടേയിരുന്നെങ്കിൽ ലസ്ബഹത ഇറാഹന്നാ, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ആ കാണുമായിരുന്നു. ഇന്ന് നീ മാത്രല്ലേ കണ്ടോളൂ. ഖുർആൻ ഓതിയപ്പോ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരികയാ. പക്ഷേ നീ ഖുർആൻ നിർത്തിയിട്ട് മുറ്റത്ത് ചാടി ഇറങ്ങിയപ്പോ അത് തിരികെ കേറിപ്പോയതാണ് ഉസൈദേ. ഇത് ബുഖാരി ശരീഫിൽ കൊടുത്ത ഹദീസാ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നീ ഓതി നിന്നിരുന്നെങ്കിൽ ലസ്ബഹത് ഇറാഹന്നാ, എല്ലാവർക്കും അത് കാണാൻ പറ്റുമായിരുന്നു ഉസൈദേ. ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ വീട് ആദരിക്കപ്പെടുന്ന ഭവനമാകണോ? അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ ഓതുന്ന വീടാകണം. ഒന്ന് ചുരുക്കി പറയാം. ഇനി രണ്ട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ വയല് കേട്ടല്ലോ, വയല് കേട്ടിട്ട് വീട്ടിലേക്ക് ചെന്ന് നമ്മൾ കയറുമ്പോ എന്ത് പറയണം? ഓ, എന്തൊരു വയല്, അല്ലെങ്കിൽ എന്ത് വയല്, അന്നലത്തെ അല്ലേ വയല്, മിനിങ്ങാനത്തെ അല്ലേ വയല്, ഓ അതെന്താ വാള് കൂടുതലാണെങ്കിലും വാളൊന്നും പോരാ, പിരിവ് പോരാ, അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വീട്ടിലല്ല കയറേണ്ടത്. കയറുമ്പോ എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കയറണം. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് അഹ്ലുൽ ഈമാനോട് മാത്രമുള്ളതാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനത്തിലുള്ള കുബുദ്ധിജീവികളായ ആളുകൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല, അവരോടുള്ള സംബോധനയല്ല, അവർ മറുപടി പറയേണ്ട കാര്യമില്ല. ഇത് ലൈവ് ഉള്ളതുകൊണ്ട് പറയാൻ കുറെ അങ്ങനെ ഇരിപ്പുണ്ട്, വേറെ ഒരു ജോലിയും കൂലിയില്ലാതെ ഈ പറയുന്നതിനൊക്കെ കമന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറയപ്പെടാൻ പറ്റുന്ന വസ്തുക്കളൊന്നും അല്ല നിങ്ങൾ. അതുകൊണ്ട് സാർത്ഥകവാഹ സംഘം മുന്നോട്ട്. നിങ്ങൾ നോക്കണം, ഈ ലൈവ് പറഞ്ഞല്ല, ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരെ പറഞ്ഞതാ. അപ്പൊ അവനെല്ലാം കൺഫ്യൂഷൻ ആവും. ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ചില നിരീശ്വരവാദികളെ കേട്ടോണ്ടിരിക്കാൻ സന്ദർഭത്തിൽ നിന്ന് ക്ലിപ്പ് കട്ട് ചെയ്തെടുക്കും. വേറെ ഒരു ജോലിയില്ലല്ലോ, അത് മതിയല്ലോ. എടുത്തങ്ങോട്ട് ഇട്ട് അലക്കിയാൽ മാസം 2 ലക്ഷം രൂപ വരും. നല്ല ശരീരമുണ്ട്, തണ്ടിയും തടുകൊണ്ട് പോയിട്ട് പണിയെടുത്ത് ജീവിക്കില്ല. ഇതാണ് പണി. എന്നിട്ട് വയലു പറഞ്ഞ മുസ്ലിയാക്കന്മാരടുത്ത് പറയും, നിങ്ങൾക്ക് എന്താ പണിയെന്ന്. വന്ന് പ്രസംഗിച്ചു നോക്കട. പ്രസവത്തെക്കാളും ബുദ്ധിമുട്ടാ പ്രസംഗം എന്ന് പറയുന്നത്. തുടങ്ങുമ്പോ അങ്ങോട്ട് തള്ള വിരളോല് പെരുപ്പ് തുടങ്ങും.
ഇതൊക്കെ നമ്മുടെ ശബ്ദവും വെളിച്ചവും ഉള്ളത് കൊണ്ട് പടച്ച തമ്പുരാൻ തരുന്നൊരു തൗഫീഖ്. ആ എന്ന് നിൽക്കും അന്ന് നിർത്തും, അതുവരെയും പ്രസംഗിക്കും, വിളിക്കുന്നിടത്തൊക്കെ പോവും. പാങ്ങോട്, താഴെ പാങ്ങോട് 2 പ്രാവശ്യം ഞാൻ വന്നു. ഇക്കഴിഞ്ഞ പ്രാവശ്യം അല്ലേ സാറേ 10-12 ലക്ഷം രൂപ പിരിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ നേതാവ് സി എ മൂസ മൗലവി, സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രിയപ്പെട്ട കേന്ദ്ര മുഷാവറ അംഗം സലാം ഫൈസി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അകക്കണ്ണുകൊണ്ട് ആത്മീയതയുടെ നോട്ടം നോക്കുന്ന ബഹുമാനപ്പെട്ട അമ്പനായ സയ്യിദ് ഷെയ്ഖുന ഖാലിദ് ബാഖവി ഉസ്താദ് പാനിപ്ര അടങ്ങുന്ന ഒരു പറ്റം വലിയ മഹത്തുക്കളായ ഉലമാക്കൾ ഇരിക്കുന്ന വേദി അടിമാലി അൽ അഖ്സ ഇസ്ലാമിക് അക്കാദമിയുടെ പരിപാടിയിൽ പ്രസംഗിച്ചിട്ട് 1 മണിക്കൂറാണ് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത്. കാരണം 10:45 എന്റെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോ വലിയ ജനക്കൂട്ടം അവിടുത്തെ ഒരു പരിപാടിക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞപ്പോ ആരാണ് 1 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ 5 പേര് കൈപൊക്കി. സദസ്സിലിരിക്കുന്ന അടിമാലി ടൗണിൽ ഹോട്ടലും ലോഡ്ജും ഒക്കെ ഉള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം എഴുന്നേറ്റിട്ട്, നിസാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദെ ഞാൻ 25 ലക്ഷം രൂപ. ഇത് കേട്ടിട്ട് സെയ്ദ് എന്ന പേരുള്ള ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് 5 ലക്ഷം രൂപ. ഇത് കേട്ട് വേറൊരാള് 3,33,333 രൂപ. പിന്നെ 50,000-ന്റെയും 25,000-ന്റെയും ഒഴുക്ക് 10,000-ന്റെയും. സംഘാടകർ പറഞ്ഞ തൽക്കാലം മതി. 10 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്തെന്നറിയോ? റബ്ബ് നമുക്ക് തരുന്നൊരു തൗഫീഖാണ്. നാളെ ഈ കൊച്ചാലുമൂട് പള്ളിയുടെ മുകളിൽ ഇങ്ങനെ ഒരു പള്ളി കൂടി എടുത്ത് റമളാനിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഇബാദത്തുകൾ സജീവമാകുമ്പോ അതിന്റെ ഒരു കൂലി 5 പൈസ കൊടുക്കാതെ എനിക്ക് കിട്ടുക. നിങ്ങൾക്ക് കൊടുത്തിട്ടാ കിട്ടുന്നത്. ഇവര് ഓടി നടന്നിട്ടാ ജലാലുദ്ദീൻ ഉസ്താദിനെ പോലുള്ള ഇതിന്റെ പ്രവർത്തകർക്ക് കിട്ടുന്നത്. ഒപ്പം എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇതിനു വേണ്ടിയിട്ട് ശബ്ദവും ഇതിനു വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പ്രസംഗം. ഇതൊക്കെ നിങ്ങൾ എന്താ കരുതൽ? ഈ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആയുസ് കുറവാ. ചോദിച്ചു നോക്കണം അറിയുന്നവരോട്, ഇതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിച്ചു നോക്കണം. ചില്ലറ കാര്യമില്ല, നെഞ്ചിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അപ്പോ ആ നിലയില് നമ്മൾ ഇതൊക്കെ പറയുമ്പോ കളിയാക്കിക്കൊണ്ടൊരു സമൂഹം, അത് ഒരിക്കലും അമുസ്ലിമീങ്ങളല്ല എന്നുള്ളതാണ്. കുറെ മുസ്ലിം കാക്കന്മാര്, ഒരു പണിയില്ലാത്തവന്മാര്, ഒരു ജോലി ഇല്ലാത്തവന്മാര്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അവഗണിച്ചിട്ട് തന്നെ പറയാണ്, അഹ്ലുൽ ഈമാനോട് മാത്രമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അഹ്ലുൽ ഈമാന, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഭാവിയുണ്ട്, എനിക്ക് ഭാവിയുണ്ട്. ഇന്നേ വരെ കള്ളം പറയാത്ത നമ്മുടെ നായകൻ, അജയ്യനായ അമരക്കാരന്റെ പ്രഖ്യാപനമാണ്. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കയറണം. അപ്പോ ദാഹിച്ച പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കാൻ എന്താ പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അതിനകത്തിരിക്കുന്ന ശൈത്താൻ, നമ്മളെ വീട്ടിൽ ശൈത്താനുണ്ട്. ശൈത്താന്റെ നേതാവ്, ശൈത്താന്റെ അമീർ, ശൈത്താന്റെ ലീഡർ തന്റെ അണികളെ വിളിച്ചു കൂട്ടുമെന്നാണ്. വിളിച്ചു കൂട്ടിയിട്ട് പറയുമെന്ന്, ലാ മബീത ലക്കും വലാ അശാ. എടോ, ഇന്നിവിടെ രാത്രി കിടക്കാനും പറ്റൂല, തിന്നാനും കിട്ടൂല. നോ ഫുഡ് നോ അക്കോമഡേഷൻ. ഇന്നിവിടെ കിടക്കാനും പറ്റൂല, ഒന്നും തിന്നാനും കിട്ടൂല. ഇനി ഒരാള് കയറിയപ്പോ ബിസ്മി ചൊല്ലി കയറി, ബിസ്മി ചൊല്ലി കയറി, അള്ളാന്റെ നാമം കൊണ്ട് കയറി വീട്ടിലേക്ക്. പക്ഷെ വെള്ളം ആക്രാന്തം കൊടുത്ത് കുടിച്ച് ബിസ്മി ചൊല്ലിയില്ല. അപ്പൊ എന്താ പറയുന്നതെന്നറിയോ? എടോ, ശൈത്താൻ വിളിക്കുകയാണ്, വാടോ, നിങ്ങൾ കേൾക്കണോ അറിയണോ? ഇന്ന് നിങ്ങൾക്ക് ലാ മബീത ലക്കും, നിങ്ങൾക്ക് കിടക്കാൻ ഇന്ന് ഇവിടെ സ്ഥലം കിട്ടൂല. പക്ഷേ വലക്കുമുൽ അശാ, ഫുഡ് ഇവിടെ റെഡിയാണ്. ഇന്നിവിടെ ഫുഡ് കിട്ടും നമുക്ക്. കാരണം എന്താണ്? ഇവൻ ബിസ്മി അല്ലാതെ കുടിച്ചത്. പക്ഷെ കേറിയപ്പോ ബിസ്മി ചൊല്ലി, അതുകൊണ്ട് കിടക്കാൻ പറ്റൂല. ഇനി കയറിയപ്പോ പെട്ടെന്ന് ഓടിച്ചെന്നങ്ങ് കയറി. അപ്പോഴാണ് ഓർത്തത് കുടിക്കണം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോ ബിസ്മി ചൊല്ലി, അല്ലെങ്കിൽ കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി. അപ്പോഴും പറയുന്നത് എന്താണ്? ലാ അശാലക്കും, നിങ്ങൾക്ക് ഇവിടെ, ഇലാ മബീതലക്കും, നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ, വലക്കുമുൽ മബീതോ, നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ അവസരമുണ്ട്. പക്ഷേ വലാ ലക്കുമുൽ അശാ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണമില്ല, നിങ്ങൾക്ക് ഭക്ഷണമില്ല. അപ്പൊ അതുകൊണ്ട്
വീട്ടിൽ കയറുമ്പോഴും ബിസ്മിയിൽ കയറണം. അതുപോലെ തന്നെ എന്ത് കഴിച്ചാലും ബിസ്മി ചൊല്ലണം. ശൈത്താനെ ഓടിക്കാൻ വേറെ ഇനി ഒരു പണി നിങ്ങൾ ചെയ്യണ്ട. ശൈത്താനെ ഓടിക്കാൻ വേറെ ഒരു പണി നിങ്ങൾ ചെയ്യണ്ട. ദിക്റുള്ള വീടായാ മതി. അതാണ് രണ്ടാമത് ആദരിക്കപ്പെടുന്ന ഭവനമാക്കേണ്ടത്. പള്ളി പോലെ കൊച്ചാലുമൂട് പള്ളി പോലെ വീടാക്കാനല്ലേ ഈ പണി. ആ പള്ളിക്കകത്ത് എന്താ ഉള്ളത്? ഖുർആൻ ഓതൽ. നമ്മുടെ വീട്ടിലും ഖുർആൻ ഓതൽ. പിന്നെ പള്ളിക്കകത്ത് എന്താ ഉള്ളത്? ദിക്ർ. നമ്മുടെ വീട്ടിൽ എന്ത് വേണം? ദിക്ർ വേണമെന്നായി പറയുന്നത്. നമ്മുടെ വീട്ടിൽ ദിക്ർ വേണം. ചില്ലറ കാര്യമല്ല. ഒരിക്കൽ നബിയും സഹാബത്തും ഇരുന്ന് കഴിക്കുകയാണ്. ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂ ദാവൂദ് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ള ചിരിക്കുകയാ. നബിയെ, എന്താ നിങ്ങൾ ചിരിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കണ്ണുണ്ടല്ലോ, നമ്മൾ കാണാത്തത് അവിടെ നിന്ന് കാണുമല്ലോ. നമ്മൾ കാണാത്തത് അവിടെ നിന്ന് കാണാനുള്ള കഴിവല്ല കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കപ്പെട്ടു, എന്താ നബിയെ നിങ്ങൾ ചിരിച്ചത്? അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? മാസാല ശൈത്താനി യഅകുലു മഅഹു. ഇവനോടൊപ്പം ശൈത്താൻ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാളെ ചൂണ്ടിയിട്ട് പറയാ, ശൈത്താൻ യവനോടൊപ്പം ഇരുന്ന് തിന്നോണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ ഇസ്മവനെ പറഞ്ഞപ്പോ എപ്പോഴാണ് ആക്രാന്തം കൊണ്ടങ്ങ് തിന്നു. പക്ഷേ ആ സമയത്ത് ശൈത്താനും കൂടെ പ്ലേറ്റിൽ കൈവച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞത് ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, ഇസ്തഖാഹു മാ ഫീ ബത്നിഹി. ചാടി ഇറങ്ങിയിട്ട് പുറത്തേക്ക് മാറിയിരുന്ന രണ്ട് വിരല് തൊണ്ടയിലേക്ക് ഇട്ടിട്ട് ഈ ശൈത്താൻ തിന്നത് മുഴുവനും ഛർദ്ദിച്ച് കളഞ്ഞു. റവാഹു അബൂ ദാവൂദ് നബി മുഹമ്മദ് മുസ്തഫ. മറന്നുപോയാലും പാതി വഴിയിലെങ്കിലും ഓർത്തെടുപ്പിട്ട് നമ്മൾ എന്ത് വേണം? ബിസ്മി ചൊല്ലണം. അല്ലാഹനെ ഓർക്കണം. പടച്ചോനെ മറന്നിട്ടൊന്നും വേണ്ട. തിന്നുന്നതായാലും കുടിക്കുന്നതായാലും ഏതാണെങ്കിലും എത്രത്തോളം തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ, അത് ഞാൻ വർണ്ണിക്കുന്നില്ല, തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ ആ മനുഷ്യൻ തന്റെ ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിന്റെ രാഗം തീർക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ പ്രവേശിച്ചാൽ അർത്ഥ ഉസ്താദുമാർക്കറിയാം. നിങ്ങളോട് അതിന്റെ ആശയം പറഞ്ഞു തരാം. ശൈത്താനും കൂടി പെരുമാറുമെന്നാണ്. ആ അർത്ഥം തൽക്കാലം പെണ്ണുങ്ങളുള്ളതുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞുതരാം. നീ നാളെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയും അത് പറയണ്ടായിരുന്നു എന്ന് പറയും. പിന്നെ അത് വേണ്ടല്ലോ, എന്തിനാണ്? അപ്പൊ അതുകൊണ്ട് നമ്മളെ കൂടെ ശൈത്താനും കൂടി പെരുമാറുമെന്നാണ്. അങ്ങനെ അതിലുണ്ടാകുന്ന കുട്ടി ആരായി മാറുമെന്നറിയോ? അങ്ങനെ ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മൾ പറയുന്ന ശൈത്താൻ കുട്ടി. അതാണ് ശൈത്താൻ കുട്ടികൾ. അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നൂലോതാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ചങ്ങലോതി കെട്ടിയാലും നന്നാവൂല. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് ബിസ്മി അല്ലില്ലെങ്കിൽ ശൈത്താൻ കൂടെ കയറി ഈ രീതിയിൽ പെരുമാറിയിട്ട് ആ കുഞ്ഞിന് നൂലോതി കെട്ടിയിട്ട് മാറുവോ? മാറ്റാം നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ ഒന്നും ചെയ്യണ്ട, ആദ്യം ഇതങ്ങോട്ട് ചെയ്തോളെ, റാഹത്താവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാനെ ഓർക്കാത്ത വീടായി നമ്മുടെ വീട് മാറരുത്. ദിക്റുള്ള വീടാകണം. രണ്ട്, ഒന്ന് പള്ളി പോലെ വീടാകാനുള്ള കാര്യം, ആദരിക്കപ്പെടുന്നത് പള്ളിയാണ്. അതേപോലെ നമ്മുടെ വീട് ആദരിക്കപ്പെടണം. നേരത്തെ ഞാൻ പറഞ്ഞു ഖറാർ, മബീത്, മസ്കൻ, ദാറ് മറന്നു പോകരുതൊന്നും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു ദിക്റും തിലാവത്തുൽ ഖുർആനും അപ്പുറത്ത് ഇനി ഒരു കാര്യം കൂടി പള്ളി നടക്കും. എന്താണ്? ഇനി ഒരു കാര്യം കൂടെ പള്ളി, പ്രധാനമായിട്ടൊരു കാര്യം പള്ളി നടക്കും. നിസ്കാരം. കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഇജ്അലൂ മിൻ സലാത്തികും ഫീ ബുയൂതികും. നിങ്ങളുടെ വീട് നിങ്ങളുടെ നിസ്കാര സ്ഥലമാക്കണേ. നിങ്ങളുടെ വീട് നിങ്ങളുടെ നിസ്കാര സ്ഥലമാക്കണേ. വലാ തത്തഖിദൂഹാ ഖുബൂറാ. നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനാക്കല്ലേ. ഖബർസ്ഥാനിലല്ലേ, ഖബർസ്ഥാനിലാണ്. ഏത് മഖബറയിലാണ് നിസ്കാരം നടക്കുകയില്ലല്ലോ സഹോദരങ്ങളെ. നിസ്കാരം പള്ളിയിലാണ്, മഖാം പുറകിലാണ്.
അല്ലെങ്കിൽ മഖാം അപ്പുറത്താണ്, നിസ്കാരം പള്ളിക്കകത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾ എന്താക്കണം, ഇജ്അലൂ മിൻ സ്വലാത്തികും ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കണേ. വലാ തത്തഖിദൂഹു ഖുബൂറാ, ആ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഇത് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ അല്ലാഹുവിന്റെ തിരു ഹബീബ് പഠിപ്പിച്ച ഈ ഒരൊറ്റ ഹദീസ്, നമ്മുടെ വീടുകൾ ഒരിക്കലും നമ്മളെ മഖബറയാക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിസ്കരിക്കണമെന്ന് പറയുമ്പോ ചെറുപ്പക്കാര് പറയും, അയ്യോ അതാണ് നമുക്ക് വേണ്ടത്, ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയല്ലോ, വീട്ടിൽ നിസ്കരിച്ചാ മതിയല്ലോ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇതറിയാത്തത് കൊണ്ടാണ്. നീ എങ്ങനാണ് മുസ്ലിമിന്റെ ശൈലി എങ്ങനെയാണെന്നറിയോ? മുസ്ലിമിന്റെ ശൈലി പറഞ്ഞുതരാം. നാളെ മുതൽ അങ്ങനെ ചെയ്യും, പള്ളിക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ, പള്ളിക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ. ഖുബാ പള്ളിയിൽ പോകുന്നതിന്റെ മഹത്വം എന്താ? ഖുബാ പള്ളിയിൽ പോകുന്ന രീതി അങ്ങനെയാണ് പള്ളിയിൽ പോകേണ്ടത്. ഖുബാ പള്ളിയിൽ പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു താമത്തൻ പൂർണ്ണമായ ഒരു ഉംറയുടെ കൂലി അല്ലാഹു തരും. ഒറ്റ 2 റക്അത്ത് നിസ്കാരം, ഒറ്റ തവണ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പക്ഷെ ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മൻ തവല്ലഅ ഫി ബൈതിഹി, റൂമിൽ നിന്ന് കൊടുക്കൊണ്ട് പോകണം. അവിടെ ചെന്ന് ഈ ഹജ്ജിന് ഉംറയ്ക്ക് പോകുമ്പോ എവിടെ മൂത്രപ്പുര ഉണ്ടാലും മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചില ആളുകൾക്ക്. അങ്ങനെ ശൈലിയുണ്ട്. വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒളു ചെയ്ത് നേരെ ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന് കിട്ടുന്നത് ഒരു ഉംറയുടെ കൂലി. ശരിയല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്തോ. വീട്ടിൽ നിന്ന് റാഹത്തായിട്ട് ബാത്റൂമിലൊക്കെ പോയി ഒളു എടുക്കണം, പരമാവധി വാഹനം ഉപേക്ഷിക്കണം, എന്നിട്ട് നടന്ന് നിങ്ങൾ പള്ളിയിൽ വരണം. ബാങ്ക് കൊടുക്കുന്നുണ്ടാവും, കേറണം, കേറിയിട്ട് ഇരിക്കരുത്. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നതല്ല. നമ്മളെ വീട്ടില് ഒളുവെടുത്തിട്ട് റവാത്തിബ് വീട്ടിൽ നിസ്കരിക്കണം. അതാ ഞാൻ വിട്ടുപോയതാ. വീട്ടില് ലോഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കണം, അറ്റ്ലീസ്റ്റ് 2 റക്അത്തെങ്കിലും. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കാല് കഴുകി ഒളുവുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം, അഭിവാദനത്തിന്റെ നിസ്കാരം. മൂമിനെ കാണുമ്പോ സലാം പറയും പോലെ, കഅബയിൽ പോകുമ്പോ തവാഫ് ചെയ്യും പോലെ അതിനകത്ത് കയറി 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കണം. ദിക്റോ ദുആയോ ഒക്കെ ആയിട്ടിരിക്കും. ഖദ് ഖാമത്തി സ്വലാത്ത്, ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് പറയുമ്പോൾ എണീക്കണം. ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ ഇഖാമത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നമ്മൾ ഖദ് ഖാമത്തി സ്വലാത്ത്, ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് സഫ് കെട്ടണം. സഫ് കെട്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞ് നേരെ വിട്ടേക്കണം. ദുആയും ദിക്റും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തിനാ നേരെ പോകണം? വീട്ടിൽ പോയി റവാത്തിബ് നിസ്കരിക്കണം. അതാണ് അതിന്റെ ശൈലിയും രീതിയും. പള്ളിക്ക് കൂടുതൽ വെള്ളം ചെലവില്ല അല്ലേ? പള്ളിയിൽ വന്നാൽ പിന്നെ വീട്ടിലാണെങ്കിൽ തൊട്ട് നനയ്ക്കും. അങ്ങനെ ചെയ്യുന്നത്. പള്ളിയിൽ വന്നാലോ താപ്പങ്ങോട്ട് തുറന്ന് കാലങ്ങോട്ട് മുട്ട് മുതൽ കഴുകും. മുട്ട് ഈ മാളിലൊക്കെ പോകുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? കൈ എന്തെങ്കിലുമൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കൈ കഴുകാൻ പോയിട്ട് കൈ ഉണക്കാൻ വേണ്ടി നിൽക്കുന്നത്. ജീവിതത്തിൽ വീട്ടിൽ കൈ കഴുകാത്തവനാണ്. ഇതൊക്കെ അവിടെ പോയി കൈയൊക്കെ ഉണക്കിയിട്ട് നിൽക്കുന്ന നീപ്പ് കണ്ടാൽ ഇവ എന്തോ വലിയൊരു VIP ആണെന്ന് തോന്നിപ്പോവും. അതങ്ങനെ പൊതുവെ വെളിയിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്. വെളിയിൽ പോകുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ പള്ളിക്ക് കുറച്ച് ആശ്വാസം കിട്ടും, കറണ്ട് ബില്ല് കുറച്ച് കുറയും, വെള്ളം വളരെ ദാരിദ്ര്യം വരാൻ പോവാ വെള്ളത്തിന്റെ. നമ്മുടെയൊക്കെ ഉപ്പാപ്പമാര് കുളിച്ചതും കുടിച്ചതും കഴുകിയതും പല്ല് തേച്ചതും പുഴയിൽ നിന്നാണ്. നമ്മുടെ വാപ്പമാരുടെ കാലം എത്തിയപ്പോ പുഴ വറ്റി, പിന്നീട് കിണറായി. ആ കിണറിൽ നിന്ന് കോരി കുളിച്ചു, കിണറിൽ നിന്ന് കോരി കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കാലം എത്തിയപ്പോഴോ ആ കിണർ കാണാനില്ല. കിണർ മൂടി എന്ന് പറഞ്ഞാൽ കിണറിന്റെ മുകൾ ഭാഗം മൂടി. കിണർ എവിടാൻ? അത് കാർപോർച്ചിന്റെ അടിയിലാണ്, റൂമിന്റെ അടിയിലാണ്, കിച്ചണിലാണ് കിണർ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ വെള്ളം എല്ലാ റൂമിലും ടാപ്പിൽ വരുന്നുണ്ട്. ഒന്ന് തുറന്നാൽ മതി വെള്ളം വരും. നമ്മുടെ കാലം എത്തിയപ്പോ നമ്മുടെ മക്കളുടെ കാലമാണ് ഇപ്പം. നമ്മുടെ മക്കളോ അവര് ടാപ്പ് തുറന്ന് വെള്ളം എടുക്കാൻ നിൽക്കൂല. അവരെ ഒരു ചെറിയ കുപ്പി എടുക്കും, വെള്ളം കുടിക്കും, കളയും. മുഖം കഴുകണോ? ഒരു കുപ്പി വെള്ളം, മുഖം കഴുകും, കളയും. ഇതൊക്കെയാണ് മക്കള്. ഉപ്പാപ്പ പുഴയിൽ കണ്ട്, വാപ്പ കിണറിൽ കണ്ട്, നമ്മൾ പൈപ്പിൽ കണ്ട്, നമ്മുടെ മക്കള് കുപ്പിയിൽ കണ്ട വെള്ളം. ഇവരെയൊക്കെ മക്കൾ എവിടെ കാണും? ചിന്തിച്ചു നോക്ക്. പള്ളിയിൽ ഒരു ആശ്വാസം കിട്ടട്ടെ, ഈ പറയുന്ന രീതി അവലംബിക്ക്. അതുകൊണ്ട് ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കരിക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറ, നിങ്ങൾ
നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുതെന്ന് പറഞ്ഞത് റവാത്തിബ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, അതുപോലെ തന്നെ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിസ്കരിക്കണം. പെണ്ണുങ്ങളെ കൊണ്ട് വീട്ടിൽ നിസ്കരിപ്പിക്കണം. വീട്ടിൽ പെണ്ണുങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. ആ വീട് നിസ്കാരമുള്ള വീടാക്കി മാറ്റണം. മൂന്നാമതായി നമ്മുടെ വീട് ആദരിക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരമുള്ള വീടാക്കല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യാത്ര കഴിഞ്ഞിട്ട് നബിയും സഹാബത്തും ഇങ്ങനെ വരികയാണ്. ഒരു യാത്ര കഴിഞ്ഞ് റസൂലും സഹാബത്തും ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുമ്പോ രാത്രിയായി, ഉറങ്ങാനുള്ള സമയമെത്തി, നല്ല ക്ഷീണമാണ്. കിടക്കാൻ നേരത്തെ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലേ, സുബഹിന്റെ സമയമാകുമ്പോ ഒന്ന് വിളിക്കണേ ബിലാ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനമുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലേ, സുബഹിന്റെ സമയമാകുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ ബിലാ. സഹാബാക്കളും റസൂലും കിടന്നങ്ങ് ഉറങ്ങുകയാ. യാത്രയുടെ ക്ഷീണം കൊണ്ട് ഗാഢനിദ്രയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുമ്പോ പെട്ടെന്ന് റസൂലുള്ള ഉണർന്ന് നോക്കുമ്പോ സുബഹിന്റെ സമയം കഴിയാറായി. ബിലാലിനെ ഓടി ചെന്നിട്ട് വിളിച്ചു, ബിലാ, എന്തേ ബിലാലെ വിളിക്കാത്തത്? എന്തേ ബിലാലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാത്തത്? ആ സമയത്ത് ബിലാല് പറഞ്ഞു, നബിയേ, ഉറങ്ങിപ്പോയി റസൂലേ, ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ബാങ്ക് കൊടുക്കട്ടെ, പെട്ടെന്ന് സുബഹി നിസ്കരിച്ചാലോ? നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? കൊച്ചാലുമൂട്ടിലെ ഓരോ സഹോദരിമാരുടെ മനസാന്തരാളങ്ങളിൽ എല്ലാവരും കോറിയിടാൻ വേണ്ടി പറയുകയാ. വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ചലനം സൃഷ്ടിക്കാൻ വേണ്ടി പറയുകയാ. ആ സമയത്ത് റസൂലുള്ള ബിലാൽ തങ്ങളോട് പറഞ്ഞു, ബിലാലേ, വേണ്ട വേണ്ട, ഹാദാ മൻസിലും ഹദറനാ ഫീഹി ശൈത്താൻ. ഈ സ്ഥലത്ത് ശൈത്താന്റെ സങ്കേതമാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കരിക്കാൻ നമ്മളെ മറപ്പിച്ചത്. ഉറക്കിക്കളഞ്ഞത് ശൈത്താനാണ്. അതുകൊണ്ട് ഇവിടെ നിസ്കരിക്കണ്ട, മാറി നിസ്കരിക്കാ. റവാഹു മുസ്ലിം. അല്ലാഹുവിന്റെ ഹബീബ് മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്ത് പിശാചിന്റെ ഉപദ്രവമുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കാൻ നമ്മളെ മറപ്പിച്ച് കളയുമെന്ന 1000 വട്ടം നമ്മൾ അലാറം വെച്ചാലും എഴുന്നേക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നറിയോ പെങ്ങള്? നീ ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീണത് കൊണ്ടോ, നിനക്ക് നിന്റെ ശാരീരികമായ എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ടൊന്നുമല്ല, മറിച്ച് ആ സ്ഥലം പിശാച് കൈയടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറി നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാച് ബാധയുള്ള, പിശാചിന്റെ ഉപദ്രവമുള്ള സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് മാറിയിട്ട് റസൂലുള്ള നിസ്കാരം നിർവഹിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയുന്നത് എന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടിൽ ഇതുവരെ സുബഹി ഗണിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട് മാറിപ്പോണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. എന്ത് വില കൊടുത്തും നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ആ വീട്ടിൽ ശൈത്താൻ ഓടുമെന്നായി പറയുന്നേ. നിസ്കാരം ഇല്ലാത്ത സ്ഥലത്ത് ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ ഉള്ള സ്ഥലമായതുകൊണ്ടാണ് അവിടെ നിസ്കരിക്കാൻ പറ്റാത്തത്. നിസ്കരിച്ചു നോക്ക്, ശൈത്താൻ ഓടും, ഒരു സംശയവും ഇല്ല. ഏറ്റവും നല്ല ഭർത്താവ് ഈ 5 തവണ അവർക്ക് തുണി എടുത്തു കൊടുക്കും. അതാണോ ഭർത്താവ്? അവള് എവിടെ പോണോന്ന് പറയോ, അപ്പോഴൊക്കെ ഞാൻ കൊണ്ടുപോകും. അതാണോ ഭർത്താവ്? ഏറ്റവും നല്ലൊരു ഭർത്താവിന് പറഞ്ഞു തരട്ടെ, അല്ലാതെ ഓൻ പറയാ. ഏറ്റവും നല്ല ഭർത്താവ് ആരാണെന്നറിയോ? നമ്മുടെ ഭാര്യമാര് രാത്രി കിടക്കാൻ ഏറ്റവും നല്ല ഭർത്താവിനെ റസൂലുള്ള പരിചയപ്പെടുത്താണ്. റഹിമല്ലാഹു റജുലൻ. ഏറ്റവും നല്ല ഭർത്താവ് ആരാ? സഹോദരിമാര് ചിന്തിക്കണം, ഇങ്ങനെയാണോ എന്റെ ഭർത്താവ്? അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നല്ല ഭർത്താവ് അല്ല. അത് എഴുതി വെച്ചോ. എന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാണ്. റഹിമല്ലാഹു റജുലൻ. ഒരു ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ. ഏത് ഭർത്താവാണ്? ഖാമ മിനൽ ലൈലി, അവന് രാത്രി എഴുന്നേറ്റോ, എന്നിട്ട് ഫസല്ലാ, അവൻ നമസ്കരിച്ചോ. ഏറെ നിസ്കാരമാണ്, സുബഹിയല്ല, രാത്രിയിലെ നിസ്കാരമാണ്. ആ സുബഹി പ്രഭാത നിസ്കാരമാണ്. രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് അവനെ നമസ്കരിച്ചോ. എന്നിട്ട് അവന് ചെന്ന് കിടന്നുറങ്ങിയില്ല. അവനവന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവന്റെ ഭാര്യയെ കുലുക്കി വിളിച്ചു, എഴുന്നേക്ക് മോളെ, എഴുന്നേക്കടി പെണ്ണേ, എണീറ്റോ. ആ പെണ്ണിനോട് പറഞ്ഞു, പോയി നിസ്കരിക്കേ.
അവൾ എന്താ ചെയ്തത്? അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു, ഇങ്ങോട്ട് മറിഞ്ഞു കിടന്നു, പൊതപ്പിട്ടങ്ങ് മൂടി. നീ എന്താ ചെയ്യേണ്ടത്? എന്റെ രാജകുമാരിയല്ലേ, എന്റെ ചക്കരയല്ലേ, പൊന്നല്ലേ, അതുകൊണ്ട് കിടന്നോട്ടെ, അവക്ക് നല്ല ക്ഷീണം കാണും. അതല്ല നല്ല ഭർത്താവ്. ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? ഓടി അടുക്കളയിൽ പോകണം, എന്നിട്ടോ അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം എടുക്കണം, എന്നിട്ട് വരണം. കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. അവള് ചാടി എഴുന്നേക്കൂ, എന്നിട്ട് അവള് പോയി 2 റക്അത്ത് നിസ്കരിക്കൂ. അങ്ങനത്തെ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് മാതൃകാ ജീവിതം നയിച്ച 16, 11, 8, 9 വയസ്സ് മുതൽ അങ്ങ് 80 വയസ്സ് വരെയുള്ള ഭാര്യമാരോടൊപ്പം ജീവിച്ചിട്ട് എല്ലാ സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കിയ വഫാത്തിൽ മുസ്തഫ فاخترنا النبي المقتفى عائشة وحفصة وسودا صفية ميمونة ورملا هند وزينب كذا جويريا للمؤمنين أمهات مرضيا. ഇത്രയും ഭാര്യമാരോടൊപ്പം ജീവിച്ചിട്ട് എല്ലാ ഭാര്യമാരോടും നീതി പുലർത്തിയിട്ട് നല്ല ഭർത്താവായ മാതൃകാ ദാമ്പത്യ ജീവിതത്തിന്റെ ഊഷ്മളതയിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായ മഹത്വമായ മാതൃകാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ നബി മുഹമ്മദ് മുസ്തഫ. നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതാണ്. ഭാര്യയെ വിളിച്ചുണർത്തണം. ആദ്യം അവളെ വിളിച്ചുണർത്തിട്ട് പോയി ഇക്കരിക്കിട്ട് കാലുകൊണ്ട് ചവിട്ടി തള്ളിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങാനല്ല, ആദ്യം എണീക്കണം. ഹദീസ് ശ്രദ്ധിച്ചേ, ഇങ്ങനെയാണ് ഹദീസ് പഠിക്കേണ്ടത്. ഖാമ, എണീറ്റു, സല്ല, ആദ്യം അവൻ നിസ്കരിച്ചു, എന്നിട്ട് ഭാര്യയെ ഉണർത്തി. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, സാറേ നല്ല ഭാര്യമാരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നല്ല ഭാര്യമാരാരെന്നറിയോ? ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഭാര്യമാരാണെങ്കിൽ അവർക്ക് നല്ല ഭാര്യമാരാണെന്ന് പറയാൻ പറ്റില്ല. ഏതാ നല്ല ഭാര്യ? ഇനി നേരെ ഉൾട്ടയാവും ചില പെണ്ണുങ്ങൾ. നല്ല ദീനീ ബോധം, ഇത് വെറും കഴുതയായിരിക്കും ഭർത്താവ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റഹിമല്ലാഹു ഇംറഅ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു പെണ്ണിന് അല്ലാഹു കരുണ ചൊരിയട്ടെ, അല്ലാഹു കരുണ ചൊരിയട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഖാമത്ത് മിനൽ ലൈലി, അവളെ രാത്രി എണീക്കുന്നു, ഫസല്ലത്ത്, അവളെ നിസ്കരിക്കുന്നു, എന്നിട്ട് ഐഖലത സൗജഹാ, ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു, ഫഅബാ, അവനെ വിലങ്ങുന്നു. അപ്പോഴോ ഇവൾ ഓടിച്ചെന്ന് വെള്ളമെടുത്തു, എന്നിട്ടോ നളജത്തു ഫീ വജ്ഹിഹിൽ മാ, അവന്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നു. അപ്പോഴവൻ എണീറ്റ് നിസ്കരിക്കുന്നു. ആ പെണ്ണും നല്ല പെണ്ണാണ് എന്ന് പറഞ്ഞാൽ വീട് എന്താകണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം. അത് പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന് മാത്രമല്ല, തുണി അലക്കുന്നതിന് മാത്രമല്ല, പിന്നെ ഏതില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടാവും. ഇടയ്ക്ക് പള്ളിയിൽ ഒരു കേസ് വന്നു. എന്താ കേസ്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് പോകൂല. എന്താ കുഴപ്പം? ഭാര്യയും ഭർത്താവും തമ്മിൽ പറയാൻ, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നം. കമ്മിറ്റിക്കാർ ചോദിച്ചു എന്താ പ്രശ്നം? ഭർത്താവ് പറയുന്നു, എവളും ഞാനും തമ്മിൽ ശാരീരികമായി ഇന്നേ വരെ ബന്ധപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഇബ്രാഹിം ഉസ്താന് പറഞ്ഞാണ് ഈ ആളിനെ ഉള്ള ഹക്കാ പറയണേ. ഇബ്രാഹിം ഉസ്താനാണ് ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം ആളിനെ. ഇതിലിരിക്കുന്നതിൽ ഇബ്രാഹിം ഉസ്താന് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ പോലീസ് ചോദിച്ചു പിന്നെ എങ്ങനെയാ മക്കളായത്? അപ്പൊ അവന്റെ മറുപടി വേറെ ഒന്നാണ്, പൊതുവെ പറയാൻ പറ്റൂല. അവസാന രമ്യതയിലെത്തിച്ചു. ഇവന് വട്ടാന്ന് മനസ്സിലായി. ഇത് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം, ഇതിനെങ്ങനെ ഒന്ന് വിടണമല്ലോ നല്ലോലെ. അപ്പൊ ചോദിച്ചു എന്താ വേണ്ടത്? പെണ്ണിനോട് ചോദിച്ചു എന്താ വേണ്ടത്? മക്കളായി പോയതിന്റെ പേരിൽ ഞാൻ സഹിക്കാം, ഇയാളോടൊപ്പം ജീവിക്കാം. ശരി, എടാ നിനക്ക് എന്താ പറയാനുള്ളത്? പാവം ഇത്രയും കമ്മിറ്റിക്കാർ നിൽക്കുകയാണ്. അവന്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താ? ഇനി എന്നെ അവൾ അടിക്കാൻ പാടില്ല. അവള് ഇനി എന്നെ അടിക്കരുത്. അപ്പൊ ആ വീട്ടില് എത്രമാത്രം സഹിക്കുന്നുണ്ടാവും അവൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. ഏത് വിഷയത്തില്? ഭർത്താവിനെ കുത്തിയിളക്കി നിസ്കരിപ്പിക്കുന്ന ഭാര്യ,
ഭാര്യയെ ഇളക്കി നിസ്കരിപ്പിക്കുന്ന ഭർത്താവ്, അതാണ് വീട്. വീട് അങ്ങനെ ആകണം, എങ്കിലേ ഈ പള്ളി പോലെ നമ്മുടെ കൊച്ചാലിമൂട്ടിലെ വീടാവുള്ളൂ. ആ രീതിയിൽ നമ്മുടെ വീട് നിസ്കാരമുള്ള വീടായി മാറണം. അതുകൊണ്ട് തിലാവത്തുൽ ഖുർആനുള്ള വീട്, ഖുർആൻ പാരായണമുള്ള വീട്, ദിക്റുള്ള വീട്, ഒപ്പം നിസ്കാരമുള്ള വീട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി എനിക്ക് എന്റെ സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ആദരിക്കപ്പെടുന്ന വീടായി നമ്മുടെ വീട്, ഭവനമായി നമ്മുടെ വീട് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീടുകളിൽ അല്പം മറയൊക്കെ ഉണ്ടാകണം. വീട്ടിൽ ചില ഔറത്തുകൾ ഉണ്ടാകണം, മറ വീട്ടിലുണ്ടാകണം. മക്കൾക്കാരാണ് മോശമായ പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആരാണ്? വിശുദ്ധ ഖുർആൻ ഒരു വലിയ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഞാൻ അടിവരയിട്ട് പറയാൻ, കാലം വളരെ മോശമാണ്, വളരെ മോശമാണ് നമ്മുടെ കാലം. വിശുദ്ധ ഖുർആനിൽ 89 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുന്നത്. 89 സ്ഥലങ്ങൾ. അത് അത്രയും മുഅ്മിനീങ്ങളോട് മാത്രം അല്ലാഹു പറയാനുള്ളതാണ്. വേറെ ആരോടും അല്ലാഹുവിന് അക്കാര്യം പറയേണ്ടതില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. 20 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചത്. ആ 20 സ്ഥലങ്ങളിൽ അള്ളാഹുവിന് പറയാനുള്ളത് ഇവിടത്തെ ക്രിസ്ത്യാനികളോട്, ഇവിടത്തെ ഹിന്ദുക്കളോട്, ഇവിടത്തെ മുസ്ലിമീങ്ങളോട്, ഇവിടത്തെ ജൂതനോട്, ഇവിടത്തെ ബുദ്ധനോട്, ഇവിടത്തെ ജൈനനോട്, ഇവിടത്തെ നിരീശ്വരവാദിയോട്, ഇവിടെ മതമുള്ളവനോട്, മതമില്ലാത്തവനോട്, മനുഷ്യനാണോ നിന്നോട് പറയാൻ 20 കാര്യങ്ങൾ അല്ലാഹുണ്ട്. അതാണ് യാ അയ്യുഹന്നാസ്, നീ മനുഷ്യനാണോ? കേൾക്കടാ. യാ അയ്യുഹല്ലദീന ആമനൂ, എന്റെ വിശ്വാസികൾ മാത്രം കേട്ടാൽ മതി, വേറെ ആരും കേൾക്കണമെന്നില്ല. യാ ബനി ആദം എന്ന 5 സ്ഥലങ്ങളിൽ അല്ലാഹു വിളിച്ചു. 5 സ്ഥലങ്ങളിൽ. അല്ലാഹു നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഈ മക്കളെ കാണുമ്പോൾ സന്തോഷമാണ്. അബ്ദുൽ ഹലീം ഉസ്താദിന്റെ ബൂസരി ഉസ്താദിന്റെ ഇവരെ കുടുംബത്തെ പറ്റി ഇനി പറഞ്ഞാൽ വല്ലാത്തൊരു ഹാല. ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റൂല. ഒരിക്കല് മെഡിക്കൽ കോളേജില് SATയുടെ ഫ്രണ്ടില് ഒരാള് നിന്ന് കരയാൻ. ഒരാള് കഥ അറിയല്ല, പറഞ്ഞു വരുമ്പോ മനസ്സിലാവും. ഒരാള് നിന്ന് കരയാൻ. അപ്പൊ ഒരു ഉസ്താദ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ഒരു തൂക്കുപാത്രമൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ ഇമാമല്ലേ, ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് പറയാൻ. അപ്പൊ ഉസ്താദ് ഇറങ്ങി വന്നു. അപ്പൊ ഈ കരയുന്ന ആളിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? അതെന്റെ ഭാര്യ 3ാമതും പ്രസവിച്ചു. അതിന് കരയാണോ ചെയ്യേണ്ടത്? അത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്ത് ചെയ്യാൻ? 3ാമത്തതും പെണ്ണായിപ്പോയി. 3ാമത്തതും പെണ്ണായിപ്പോയി. അപ്പോ ഉസ്താദ് പറഞ്ഞു, അത്രേ, നിങ്ങള് ഇപ്പോ ലാസ്റ്റ് പ്രസവിച്ച കുട്ടിയില്ലേ, അതിന് എനിക്ക് തരുവോ? അപ്പൊ അള്ളാഹു എനിക്ക് തന്ന പെണ്ണുങ്ങളുടെ എണ്ണം 10 ആവും. എനിക്ക് 10 മക്കളാണ്. 10ാമത് എന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കാൻ. അതില് ഒരെണ്ണ ഇടയ്ക്ക് ആണ. അപ്പോ 10 തികയ്ക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ എനിക്ക് തരുമെന്ന് ചോദിച്ചു. ആ 10ൽ ഒന്നാണ് മൂപ്പരുടെ ഉമ്മ. ആ 10 പെണ്ണുങ്ങളിൽ, അല്ല 9 പെണ്ണുങ്ങളിൽ ഒരാളാണ് ബൂസരി ഉസ്താദിന്റെ ഉമ്മ. വൈ അബ്ദുൽ ലത്തീഫ് മൗലവി നവ്വറല്ലാഹു മർഖദഹു എന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കർമ്മധീരനായിരുന്ന പ്രോജ്വലിക്കുന്ന ആ വലിയ പുലിക്കുട്ടി, അദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കുടുംബത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളാണ്. അദ്ദേഹത്തിന്റെ 9 പെൺമക്കളെയും കെട്ടിച്ചു കൊടുത്തത് 9 ആലിമീങ്ങൾക്കാണ്. 9 ആലിമീങ്ങൾക്കാണ്. പിന്നെ ആകെയുള്ളൊരു മകൻ. ആ മകൻ എന്റെ കൂടെ പള്ളിയിൽ വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം മറ്റൊരു പള്ളിയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അപ്പൊ ആ നിലയിൽ നല്ല മതബോധമുള്ള നല്ല ദീനി കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ജനിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് എന്തോ പറയാൻ വേണ്ടി, സ്ഥാപനങ്ങൾ ഉസ്താദല്ലേ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല മക്കളായി വളരണം. കൊച്ചാലുമൂട് പഴയ ദറസുള്ള സ്ഥലമാണ്. അപ്പോ അതുകൊണ്ട് നല്ല കോളേജുകൾ, ഇവിടെ അബ്ദുൽ ഹക്കീം ഉസ്താദാണ് പുതിയ മന്നാനിയ, പിന്നെ യതീംഖാന ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാ വളരെ സുതാര്യമായി ഇപ്പൊ നടന്നു പോവാൻ വളരെ ഭംഗിയായി അൽഹംദുലില്ലാ. ഇബ്രാഹിം മന്നാനി ഉസ്താദിന്റെയും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ 100ഓളം കുട്ടികളല്ലേ,
75. 100 ഓളോന്നല്ലേ പറഞ്ഞോളൂ. അവ 75 കുട്ടികൾ അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലയിൽ നടന്നു പോവാൻ അള്ളാഹു നല്ല നിലയിൽ ഇസ്സത്ത് നൽകി ആ സ്ഥാപനത്തെ ഉയർത്തട്ടെ. നല്ല നിലയിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയൊരു സ്ഥാപനമാണ്. ഇടയ്ക്ക് ഒരു മാസം 1.5 മാസോ എന്റെ അഭിവന്ദനായ ഉസ്താദ് അവിടെ സേവനമനുഷ്ഠിക്കുമ്പോ അവിടുത്തെ കുട്ടികളുമായിട്ട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത്. അന്നൊന്നും അവിടെ ആരും വരുന്നത് കാണാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ അന്നവിടെ കാടൊക്കെ കയറി കിടക്കുകയായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിൽ വിഷയാവും, ഉള്ളതുപോലെ പറയണമല്ലോ. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. മഗ്‌രിബിന് ഞാൻ അവിടെ കയറുമ്പോ ഇത് ആ സ്ഥാപനം തന്നെയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നല്ല നിലയിൽ അൽഹംദുലില്ലാഹ് വലിയ മാറ്റമുണ്ടായി. ഇനിയും മാറേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനമാണ് മന്നാനിയ ആ പാങ്ങോട് സ്ഥാപനം അൽഹംദുലില്ലാഹ് വളരെ സുതാര്യമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊച്ചാലുമൂടാണല്ലോ, ഇതൊക്കെ പരിസരമാണല്ലോ അതിന്റെ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു വലിയ സന്ദേശമുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാ മാതാപിതാക്കളും ഈ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ വീട് ഈ പറയുന്ന രീതിയിൽ ആദരിക്കപ്പെടുന്ന വീടായി മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മക്കളുടെ മുന്നിൽ ഏതു മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള പ്രായമുണ്ടല്ലോ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പുള്ള പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലുള്ള പ്രിയപ്പെട്ട സന്താനങ്ങളോട് നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത് ഐമാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. കേൾക്കുമ്പോ നമുക്ക് കൗതുകം തോന്നാം, കേൾക്കുമ്പോ നമുക്ക് ആശ്ചര്യം തോന്നാം. ഇതെന്ത് കുടുസായ മതമാണെന്ന് ചിന്തിക്കാ. ഇതെന്താ ഇങ്ങനെ ഇസ്ലാം ഇത്രത്തോളം കുടുസായി പോയോ എന്ന് ചിന്തിക്കാ. പക്ഷേ കാര്യമതല്ല. അല്ലാഹ് പറയുന്നു 3 സമയങ്ങൾ നിങ്ങളുടെ പ്രായപൂർത്തിയെത്താത്ത മക്കള് നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടേ ബെഡ്റൂമിൽ വരാൻ പാടുള്ളൂ. വാപ്പയും ഉമ്മയും കിടക്കുന്ന ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, നമ്മുടെ ബെഡ്റൂം, ആ റൂമിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് 3 സമയങ്ങളിൽ അല്ലാഹ് പറയുന്നു ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് 3 സമയമെന്നറിയോ? അല്ലാഹു പറയുന്നു സലാസു ഔറാത്തിൽ ലക്കും. ആ 3 സമയം നിങ്ങൾ ഗോപ്യമാക്കി വെക്കേണ്ട സമയമാണ്. ആ സമയം നിങ്ങൾ മറയിടേണ്ടതാണ്. ആ സമയം നിങ്ങൾക്ക് ഔറത്താണ്. ഏത് സമയമാണ് പെങ്ങളെ? നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ എന്ന് പറഞ്ഞാൽ പക്വത വരാത്ത മക്കൾ. ആ മക്കള് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരാൻ പാടില്ലാത്ത 3 സമയങ്ങൾ അല്ലാഹ് വിശ്വാസികളോട് പറയുന്നു. ഒന്നാമത്തെ സമയമേതെന്നറിയോ? അല്ലാഹ് പറയുന്നു മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്രി, സുബഹി നിസ്കാരത്തിന് മുമ്പ്. സുബഹി നിസ്കാരത്തിന് മുമ്പ്. കാര്യം അറിയാലോ, പറഞ്ഞുതരാം. രണ്ടാമത്തേതോ അല്ലാഹ് പറയുകയാണ് വഹീന തലഊന സിയാബകും മിനൽ ലഹീറ. വല്ലാത്ത ചൂടാണ്. ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എങ്ങനെ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന് ഫാൻ ഇങ്ങനെ അങ്ങ് കൂട്ടിയിട്ടു. ഒരു മുണ്ടെടുത്തിരിക്കാണ്, ഉടുപ്പൊക്കെ ഊരി അങ്ങോട്ടിട്ടു. കാരണം വല്ലാത്ത ചൂടല്ലേ. ആ സമയത്ത് നമ്മൾ ഫാൻ അങ്ങിട്ട് കിടക്കാണ്, ഉറങ്ങിപ്പോയി. കഴിച്ച ചോറും കഴിച്ചിട്ട് നമ്മൾ ബെഡ്റൂമിൽ കയറി ഫാൻ ഇട്ട് നല്ല കാറ്റും കിട്ടിയപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി. നമ്മൾ ഈ മൂലയില് മുണ്ടാ മൂലയില് അറിയൂല. അല്ലാഹ് പറയുന്ന ഹീന തലഊന തിയാബകും മിനൽ ലഹീറ, നിങ്ങളുടെ വസ്ത്രം ശരീരത്തിൽ നിന്ന് മാറ്റി വെക്കുന്ന സമയം. ആ സമയത്ത് നിങ്ങളുടെ ബെഡ്റൂമിൽ അനുവാദമില്ലാതെ മക്കൾക്ക് പ്രവേശനം കൊടുക്കരുത്. ഇനി 3ാമത്തെ സമയമേതെന്നറിയോ? മിൻബഅദി സ്വലാത്തിൽ വമിൻബഅദി സ്വലാത്തിൽ ഇശാ.
ഇശാ നിസ്കാരത്തിന് ശേഷം, അപ്പൊ സുബഹിക്ക് മുമ്പ്, ഇശാക്ക് ശേഷം അഥവാ ഉറങ്ങുന്ന പീരീഡ് രണ്ടാമത്തേതോ മൂന്നാമത്തേതോ സഹോദരങ്ങളെ ഉച്ച ഉറക്കിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ ഉറക്കം മരണമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഉറങ്ങി എണീറ്റ് പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി, എനിക്ക് ജീവൻ നൽകിയ റബ്ബേ, ബഅദമ അമാതനി, ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നല്ലോ, വഇലൈഹിൻ നുശൂർ, ഇനി ഞാൻ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവനാണ്. അപ്പൊ മരണം ഉറക്കം മരണമാണ്. ആ മരിച്ചു കിടക്കുന്ന സമയത്ത് മുണ്ടാരെങ്കിലും പിടിച്ചു വെച്ചോണ്ട് കിടക്കുവോ? ശരീരത്ത് ചിലപ്പോ നൈറ്റി പർദ്ദ ഇതൊക്കെ മാറിക്കിടക്കും. ആ സമയത്ത് നമ്മളുടെ വകതിരിവായ പ്രായപൂർത്തി എത്താത്ത മക്കളുണ്ടല്ലോ, പക്വത കുറവുള്ള മക്കൾ, നമ്മുടെ ബെഡ്റൂമിലേക്ക് അനുമതിയില്ലാതെ കയറാൻ പാടില്ല. മക്കളോട് പറയാണ്, പൊന്നുമക്കളെ, ഈ 3 സമയങ്ങൾ ഉച്ചയ്ക്കും അതുപോലെ രാത്രിയും അതുപോലെ പകലും ഒക്കെ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വാപ്പ ബെഡ്റൂമിൽ കഴിയുമ്പോ കതകിന് മുട്ടികിട്ട് വേണം കയറാൻ. കതകിന് മുട്ടികിട്ട് അപ്പോഴേ അങ്ങ് കയറരുത്, അല്പസമയം കൊടുക്കണം, തുണിയൊക്കെ എടുത്ത് കൊടുക്കായി. അല്ലാതെ കഥ തുറന്നു അതോടെ അങ്ങ് കയറിയ മൊത്തത്തിൽ ഉള്ളതും കൂടെ ഉരിഞ്ഞു പോകും പേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ അറിയിപ്പ് കൊടുക്കണം. ആ അറിയിപ്പ് കൊടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. നിൽക്കട്ടെ, നിങ്ങൾ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് എങ്ങനെ ചെയ്യേണ്ടത്? ബെല്ലടിക്കണം, 3 പ്രാവശ്യം ബെല്ലടിക്കണമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുക. അഥവാ 3 സലാം. അസ്സലാമു അലൈക്കും ഇല്ല, മറുപടി ഇല്ല. അസ്സലാമു അലൈക്കും മറുപടി ഇല്ല. അസ്സലാമു അലൈക്കും മറുപടി ഇല്ല. വേറൊരാളെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യമല്ല. ഈ 3 സലാം പറഞ്ഞിട്ട് മറുപടി ഇട്ടില്ലെങ്കിൽ ഫുൾ എർജി മടങ്ങി പോണം, പിന്നെ അതിനകത്ത് കയറരുത്. ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാള് 3 പ്രാവശ്യം സലാം പറഞ്ഞു. ഇത് കേട്ട് അകത്തുനിന്ന് വന്നപ്പോഴേക്കും ഇയാള് പോയി. അപ്പൊ അദ്ദേഹം കരുതി ഇഞ്ചിയായി പോയതായിരിക്കും എന്നാണ്. അല്ല, വിളിച്ചു, മൂവാടാ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഇനി കയറൂല. എന്താ കാര്യം? അള്ളാന്റെ റസൂല് പറഞ്ഞ അനുവാദം അൽ ഇസ്തിഗ്ദാനു സലാത്ത്, 3 പ്രാവശ്യം അനുവാദം ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ 3 വട്ടം സലാം പറഞ്ഞു, നിങ്ങൾ മടക്കിയില്ല, എനിക്ക് കയറൂല. ഉമർ തങ്ങൾക്ക് ദേഷ്യം വന്നു, വാളും കൊണ്ട് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, വാടാ ചോദിക്കട്ടെ. ഇപ്പ റസൂൽ ഇത് പറഞ്ഞു. നബി തങ്ങൾ ഞാൻ കേട്ടില്ലല്ലോ ഈ പറഞ്ഞത്. ഓടി നേരെ ചെന്ന് അൻസാരിയായ ഒരു സഹാബി ഇരിക്കാൻ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടോ? ഉണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു. അപ്പൊ ഉമർ തങ്ങൾ പറയാ, വാൾ ഉറയിലിട്ടിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ചന്തയിൽ പോയിരിക്കുകയായിരുന്നു, അന്ന് ഞാൻ മാർക്കറ്റിലായിരുന്നു ഇത് പഠിപ്പിച്ചപ്പോൾ. ഉള്ള കാര്യം പറയുന്നത്. 3 വട്ടം ബെല്ലടിക്കണം. അനുവാദം കിട്ടിയില്ലേ പൊക്കിവെള്ളാണെന്ന് ഫല്ലെറിച്ച് കല്യാണം വിളിക്കാൻ പോയാലും പാലുകാഴ്ച വിളിക്കാൻ പോയാലും പിരിവിന് പോയാലും, പിരിവിനാണ് തൊപ്പിയുണ്ട പിന്നെ കഥ തുറക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ അത് ഏതാണെങ്കിലും നിങ്ങൾ പോയി 3 വട്ടം അനുവാദം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് അപ്പോഴേ വിട്ടേക്കണം. പിന്നെ അവിടെ നിൽക്കരുത്. ആ 3 വട്ടം അടിക്കാമല്ലോ, ഒരെണ്ണം നീട്ടി അടിച്ചിട്ട് അരമണിക്കൂർ വെച്ചോണ്ടിരുന്നാൽ അത് ചെയ്യരുത്. 3 പ്രാവശ്യം അനുവാദം ചോദിക്കുന്ന ഒന്നാണ്. അത് വന്ന് അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നേരെ മുന്നിൽ നിൽക്കരുതെന്നാണ്. യമീനൻ വശിമാലൻ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിൽക്കണം. കാരണം അടുക്കളയിൽ നിന്നാണ് അവര് വിളിക്കാൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അകത്ത് നിന്ന് ഇറങ്ങി വിളിക്കാൻ വേണ്ടി വരുമ്പോ ചിലപ്പോ തുണിയൊന്നും ഇല്ലാതിരിക്കുന്നവരാകും. ആ തുണിയൊക്കെ എടുത്ത് ഉടുത്തിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയായിരിക്കും നിൽക്കുക. അപ്പൊ നിങ്ങൾ ബെല്ലടിച്ചിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും മാറിയിട്ട് വേണം നിൽക്കാൻ. അവര് വന്ന് കതക് തുറന്നിട്ട് അനുവാദം തന്നിട്ട് വേണം കയറാൻ. അല്ലാതെ ബെല്ലുവടിച്ചിട്ട് വാതിൽ ഇങ്ങനെ നോക്കി നിൽക്കരുത്. തുറക്കുമ്പോ കാണാൻ അത് ശരിയല്ല. ഒരു സത്യവിശ്വാസിക്ക് അത് ഭൂഷണമല്ല. സ്വന്തം മക്കൾക്ക് വീടിന്റെ സ്വകാര്യ റൂമിലുള്ള പെർമിഷന് 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ പാടില്ല. എങ്കിലേ വീട് ആദരിക്കപ്പെടുകയുള്ളൂ. സമയം തീർന്നിരിക്കുന്ന ഒരു 5 മിനിറ്റ് കൂടി ഞാൻ പറയാ. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, ആദരിക്കപ്പെടുന്ന ഭവനമെന്ന് പറയുന്ന ആ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാ. എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം സൗകര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിലും, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഏത് സൗകര്യവും ഇല്ലാത്ത, ഒരു സൗകര്യവും ഇല്ലാത്ത വീടല്ല. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. എല്ലാം നമ്മുടെ മുന്നിൽ തുറന്ന് നല്ല നിലയിൽ എല്ലാ സൗഭാഗ്യങ്ങളുടെയും കലവറ നമ്മുടെ വീട്ടിലേക്ക് തുറന്നിരിക്കുകയാണ്. ആ സമയത്തും അറിയണേ, നമുക്ക് അല്ലാഹു തരുന്ന ഭവനം സ്വർഗമെന്ന ഖറാറാണ്. ആ ഖറാറെന്ന സ്വർഗമാണ് നമ്മുടെ വീട്. ഇവിടെ താൽക്കാലികമാണ്. ഇവിടെ
താൽക്കാലികമാണ്. കണ്ടു പഠിക്കേണ്ടത് ഫലസ്തീനിലെ മക്കളെയാണ്, ഫലസ്തീന് മക്കളെയാണ്. തന്റെ തലയുടെ മുകളിലൂടെ ജോ ബൈഡൻ എന്ന വെള്ളക്കാരന് സമ്മാനിച്ച, അമേരിക്കൻ വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോ ബൈഡന് സമ്മാനിച്ച യുദ്ധവാഹിനി കപ്പലുകളല്ല കൊണ്ടിറക്കി കൊടുത്ത വലിയ വലിയ സംവിധാനങ്ങളുമായിട്ട് ഈ ബെന്യാമിൻ നെതന്യാഹുവിന്റെ പട്ടാളം കടന്നു വരുമ്പോ അവരിങ്ങനെ ഫലസ്തീൻ മക്കളുടെ മുകളിലൂടെ ഇങ്ങനെ വട്ടമിട്ട് ഹെലികോപ്റ്ററിലൂടെ പറന്നു നടക്കുമ്പോ ആ പാവപ്പെട്ട മക്കൾ എന്താണ് ചെയ്യുന്നത്? ആ പൊന്നുമക്കള് ചിത്രരചന മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർക്കുകളില് ആ പൊന്നുമക്കള് കളിക്കുന്നത് കഞ്ഞിയും കറിയും വെച്ചല്ല കളിക്കുന്നത്, സ്റ്റുഡന്റും ടീച്ചറുമല്ല കളിക്കുന്നത്. അവര് കളിക്കുന്നത് എന്താണ്? ഒരു തുണി എടുത്തിട്ട് 4 ഭാഗത്ത് ഫലസ്തീനിലെ മക്കൾ പിടിച്ചിരിക്കുകയാ. എന്നിട്ടൊരു കുട്ടി അതിനകത്തെടുത്ത് കിടത്തിയിരിക്കുകയാ. അഭയാർത്ഥി ക്യാമ്പിലാണ്. ആ സമയത്ത് ഇന്റർവ്യൂ വിദഗ്ധനായ ഒരാൾ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ കളിക്കുന്നത്? 4 ഭാഗത്ത് നിന്ന് ഈ തുണിയിൽ ഒരു കുഞ്ഞിനെ കിടത്തിയിട്ട് അവരിങ്ങനെ കൊണ്ടുപോയി കളിക്കുന്നത് കണ്ടപ്പോ ആ മക്കള് പറഞ്ഞ മറുപടി, ഞങ്ങൾ ശുഹദ കളിക്കുകയാ, ഞങ്ങൾ ശുഹദ കളിക്കുകയാ. അൽ റഫ ഹോസ്പിറ്റലിലും അൽ റഫയിലും ഗസയിലും അൽ ശിഫ ഹോസ്പിറ്റലിലും എന്റെ പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്നത് ഒരു കിറ്റ് ഭക്ഷണത്തിനാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പൊന്നുമക്കളുടെ തലയ്ക്കുമീതെ തീ തുപ്പുന്ന നിലയിൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വലിയ വലിയ സംഹാരശേഷിയുള്ള അത്യന്താധുനിക സൗകര്യങ്ങൾ തീ തുപ്പുമ്പോ പൊന്നുമക്കള് പെടഞ്ഞു മരിക്കുമ്പോ ആ മക്കളുടെ മയ്യത്ത് അവരുടെ ശരീരത്തിൽ പേരെഴുതിയിട്ട് ആ മക്കളുടെ മയ്യത്ത് മോർച്ചറിയുടെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ കണ്ണിച്ചോരയില്ലാതെ ട്രക്ക് കയറ്റിയിട്ട് അതിലൂടെ ബുൾഡോസർ കയറ്റിയിട്ട് ആ പൊന്നുമക്കളുടെ ശവശരീരത്തെ മൃതശരീരത്തെ ചതച്ചരച്ച് കളയുന്ന കാപാലികന്മാർ അവരുടെ മുമ്പിൽ പതറാതെ നിൽക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലാത്ത മാസങ്ങൾ ചിന്തിച്ചു നോക്ക്. പൊന്നുമക്കൾ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലോകത്ത് അറേബ്യയിലെ അറബ് രാഷ്ട്രങ്ങൾ മുഴുവനും ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും നോക്കുകുട്ടികളായിരിക്കുമ്പോ ലോകത്തുള്ള ഭരണാധികാരികൾ മുഴുവനും ഈ പറയപ്പെടുന്ന വെള്ളക്കാരൻ വംശീയവാദിക്ക് വേണ്ടി ഓശാന പാടുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു നേരത്തെ ഭക്ഷണം പോയിട്ട് ജീവൻ പോലും അടുത്ത നിമിഷം തകർന്നു പോകുമെന്ന ഘട്ടം വരുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് വിധിച്ചത് ഇവിടെയല്ല. ഞങ്ങൾ ഖുദ്സിന്റെ മോചനത്തിനാണ്, ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചന പോരാളികളാണ്. കണ്ടില്ലേ, അമേരിക്കക്കാരനായ 27 വയസ്സുള്ള സൈനികൻ ഇസ്രയേൽ എംബസിയുടെ മുമ്പിൽ വന്നിട്ട് ഈ ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് തലയിലൂടെ പെട്രോൾ എടുത്തൊഴിച്ചിട്ട് തീ കത്തിച്ചിട്ട് അവിടെ ആത്മഹത്യ ചെയ്ത് പറയുന്നത് എന്താണ്? ഫലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്നാണ്. ആ മക്കളെ കണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടുകാർ ഇതൊന്നും താൽക്കാലികമല്ല. ഇതൊക്കെ എത്ര സുന്ദര വീടാണെങ്കിലും എത്ര സുന്ദര പള്ളിയാണെങ്കിലും ഇതെല്ലാം ഇവിടെ തകർന്നടിഞ്ഞു പോകാനുള്ളതാ. എത്ര സൗകര്യങ്ങളും വെള്ളിയിലുള്ള കുബ്ബ കൊണ്ടുവച്ചെന്നിരിക്കട്ടെ, സ്വർണത്തിന്റെ മിമ്പർ പണിതെന്നിരിക്കട്ടെ, അല്ലേ? നമ്മൾ കണ്ടില്ലേ ബ്രൂണൈ സുൽത്താന്റെ വീടിന്റെ കക്കൂസിലെ ക്ലോസറ്റ് എന്താണ്? സ്വർണം പൂശിയതല്ല, ഒറിജിനൽ സ്വർണം. ഒറിജിനൽ സ്വർണമാണ് ബ്രൂണൈ സുൽത്താന്റെ വീടിന്റെ ടോയ്ലറ്റിന്റെ ക്ലോസറ്റ്. ആലോചിച്ച് നോക്കിയേ. അപ്പോ സഹോദരിമാര് ചിന്തിക്കുന്നുണ്ടാവും, പടച്ചോനെ എങ്ങനെയെങ്കിലും അവിടെ എത്തി ഒന്ന് പൊട്ടിച്ചെടുത്തോണ്ട് വന്ന് കഴുകിയെടുത്താലും കുഴപ്പമില്ല, കല്യാണത്തിന് അണിയാമായിരുന്നെന്ന് ചിന്തിച്ചു പോകും. അവിടത്തെ കുതിരകളെ പാർപ്പിക്കുന്നത് AC റൂമുകളിലാണ്. ബ്രൂണൈ സുൽത്താന്റെ AC റൂമുകളിലാണ് കുതിരകളെ താമസിപ്പിക്കുന്നത്. ആ ബ്രൂണൈ സുൽത്താന്റെ സൗകര്യങ്ങൾ കൊച്ചാലുമൂട് പള്ളിയിൽ വന്നെന്നിരിക്കട്ടെ. ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇൻഷാ അല്ലാഹ്, ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ ദൈവത്തിന്റെ തലയിൽ ചാർത്തി കൊടുക്കുന്നത് സ്വർണ്ണോണെന്നും പറഞ്ഞ് ചാർത്തി കൊടുക്കൂ, പിന്നീട് അറിയുന്നത് ചെമ്പാണെന്ന്. അല്ല, നമ്മൾ അതിലാരെയും കുറ്റപ്പെടുത്തണ്ട, അതാ പള്ളിക്കാരെ കുറ്റം പറയാനുള്ളൂ. ആ പാവപ്പെട്ട സുരേഷ് ഗോപി ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും അങ്ങനെ കുറ്റം പറയരുത്. കാരണം ദാനം കിട്ടുന്ന സാധനം ഉരച്ചു നോക്കാൻ പാടുണ്ടോ? ദാനം കിട്ടുന്ന സാധനം ഉരച്ചു നോക്കാൻ പാടുണ്ടോ? ഉരച്ചു നോക്കിയപ്പോഴല്ലേ ചെമ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും അത് അതിന്റെ വഴിക്ക് നടന്നോട്ടെ, അത് നമ്മുടെ കാര്യമല്ല.